നമസ്കാരം. ആഗോളതലത്തിൽ നമ്മുടെ പോർട്ടിന്റെ മഹത്വം ഇനിയും കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു. സെയിൽ കമ്മിറ്റി ആരംഭിക്കുന്നു. പോർട്ടിന്റെ വിശേഷങ്ങളിലോട്ട് വരുന്നതിന് മുമ്പ് ന്യൂസ് ലെറ്ററിന്റെ 30ാമത്തെ ഇഷ്യൂ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആദ്യമേ തന്നെ പറയാൻ കാരണം ഏകദേശം 8 തസ്തികകളിലായിട്ട് പല വേക്കൻസികൾ നമ്മുടെ വിസിൽ എന്ന് പറയുന്ന സ്ഥാപനം സർക്കാർ സ്ഥാപനമാണ്. മറ്റേതൊക്കെ അദാനി ഗ്രൂപ്പാണ് പലപ്പോഴും ആളുകളെ ആവശ്യപ്പെടുന്നതെങ്കിൽ ഇവിടെ വിസിൽ ടെക്നിക്കൽ എക്സ്പേർട്ട് റെയിൽവേസ് എന്ന് പറയുന്നത് നമ്മുടെ തുരങ്കപാതയ്ക്ക് വേണ്ടിയുള്ള ടെക്നിക്കൽ എക്സ്പേർട്ട്, മാനേജർ പ്രോജക്ട്സ്, അസിസ്റ്റന്റ് മാനേജർ പ്രൊജക്ട്സ്, ഫിനാൻസ് ഓഫീസർ, ജൂനിയർ പ്രോജക്റ്റ് ഓഫീസർ, കമ്മ്യൂണിക്കേഷൻ എക്സിക്യൂട്ടീവ്, ജൂനിയർ പ്രോജക്റ്റ് ഓഫീസർ, ബ്രേക്ക് വാട്ടറിന് നീളം കൂടുന്നുണ്ടല്ലോ, ഫീൽഡ് എഞ്ചിനീയർ, ഇത്രയും തസ്തികകളിലോട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ യോഗ്യതകൾ, എക്സ്പീരിയൻസ്, അവസാന തീയതി തുടങ്ങിയ എല്ലാ വിവരങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പത്രക്കുറിപ്പാണ് വിസിൽ ഇറക്കിയത്. വിസിൽ ആൻഡ് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. അതിന്റെ ഫുൾ ടെക്സ്റ്റ് ന്യൂസ് ലെറ്ററിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ഒരു മെസ്സേജ് അയക്കുക. ഇവിടെ നിന്ന് ആഴ്ചയിൽ 1-2 കപ്പലെങ്കിലും ഹാൽദിയ, കൊൽക്കത്ത പോർട്ടുകളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ കൊൽക്കത്ത പോർട്ടിന്റെ ചെയർമാൻ രാധേന്ദ്ര രാമനാണോ അറിയില്ല. അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് റിപ്പോർട്ട് ചെയ്തത് വായിച്ചപ്പോൾ നമ്മൾ എന്തുമാത്രം ഇനിയും ഹോംവർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മുടെ പ്രൊജക്ടിനെ ആഗോളതലത്തിൽ അവതരിപ്പിക്കുവാൻ. കൊൽക്കത്ത പോർട്ട് എയിംസ് ടു റെഡ്യൂസ് ടേൺ അറൌണ്ട് ടൈം ഓഫ് ഷിപ്സ്, മോഡേണൈസ് ഇൻഫ്രാസ്ട്രക്ചർ. കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറിൽ മാറ്റങ്ങൾ വരുത്തി ടേൺ അറൌണ്ട് ടൈം കുറയ്ക്കുവാനുള്ള പരിശ്രമങ്ങൾ അവർ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ടേൺ അറൌണ്ട് ടൈം എന്ന് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് താല്പര്യം കൂടി എന്താണെന്ന് അറിയാൻ. കൊൽക്കത്തയുടെ ടേൺ അറൌണ്ട് ടൈം എത്രയാണ്? ടേൺ അറൌണ്ട് ടൈം അറ്റ് ദി കൊൽക്കത്ത പോർട്ട് കറന്റ്ലി ആവറേജിങ് 5 days. പിടികിട്ടുന്നുണ്ടോ? 5 ദിവസം. Turnaround time at the Kolkata port, currently averaging 5 days, is expected to improve to 4 days within the next 6 to 12 months. അടുത്ത 6 മാസം 12 മാസത്തിനിടയ്ക്ക് നടത്താൻ പോകുന്ന ചില പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവരുടെ ടേൺ അറൌണ്ട് ടൈം ഇപ്പോഴുള്ള 5 ദിവസം, ഒരു കപ്പൽ അകത്തോട്ട് പ്രവേശിച്ച് ബർത്ത് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് ലോഡ് ചെയ്ത് തിരിച്ചു പുറത്തോട്ട് ഇറങ്ങുന്നതിന് വേണ്ടി വരുന്നത് 5 ദിവസമാണ്. നമ്മുടെ എത്രയാണെന്ന് അറിയാമോ? പലപ്പോഴും സെയിലിംഗ് കമ്മിറ്റി മാസാവസാനം ഈ കണക്കുകൾ അവതരിപ്പിക്കുന്ന കൂട്ടത്തിൽ ജൂൺ മാസത്തിൽ ഇത് 35.33 മണിക്കൂറായിരുന്നു. 1.5 ദിവസം ഉണ്ടോ? 1.5 ദിവസം പോലുമില്ല. 35.53 മണിക്കൂർ, 35.53 മണിക്കൂർ ജൂൺ മാസത്തിലായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി മെച്ചപ്പെട്ട തലത്തിൽ പ്രവർത്തിച്ചപ്പോൾ ജൂലൈ മാസത്തിൽ അത് 32.68 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസവും പിന്നെ ഒരു 6-8 മണിക്കൂർ. അപ്പോഴാണ് നമ്മൾ കൊൽക്കത്ത പോർട്ട് 5 ദിവസവും 4 ദിവസവും എന്നുള്ള ചിന്ത അവര് തുടങ്ങിയിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പോർട്ടിന്റെ ഇത്തരം ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ ആഗോളതലത്തിൽ നമ്മൾ എല്ലാവരും, ഗവൺമെന്റ് ഇതൊന്നും പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കേണ്ട. ഗവൺമെന്റ് നേരത്തെ വിസിൽ പറഞ്ഞതുപോലെ കുറെ ആളുകളെ വീണ്ടും എടുക്കും. അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗേറ്റ് പോലും തുറക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ആളുകളാണ് വീണ്ടും ആളുകളെ എടുക്കുന്നത്. ഇനിയുണ്ട് പ്രത്യേകത. ദി കൊൽക്കത്ത പോർട്ട് ഹാസ് ഓൾസോ ഇനീഷ്യേറ്റഡ് നൈറ്റ് നാവിഗേഷൻ. 100 വർഷത്തിലധികമായിട്ടുള്ള പോർട്ടാണ് കൊൽക്കത്ത പോർട്ട്. നമ്മൾ അവരുടെ മുമ്പിൽ ഒന്നുമല്ല, ലില്ലിപ്പൊട്ട് പോലുമല്ല.
ഇവിടെ ദ കൊൽക്കത്ത പോർട്ട് ഹാസ് ഓൾസോ ഇനീഷ്യേറ്റഡ് നൈറ്റ് നാവിഗേഷൻ. രാത്രി കപ്പൽ വരികയും പോവുകയും ചെയ്യുന്ന പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ പോർട്ട് പ്രവർത്തിച്ച അന്ന് മുതൽ 24 അവേഴ്സാണ് വർക്ക് ചെയ്യുന്നത്. ഒരു തടസ്സവുമില്ല. നമ്മളിത് അറിയുന്ന പോലുമില്ല. രാത്രിയും പകലും എന്നുള്ള വ്യത്യാസം അറിയാതെയാണ് നമ്മുടെ ഇവിടെ കപ്പലുകൾ വന്നു പോകുന്നത്. The Kolkata port has also initiated night navigation, allowing vessels to enter and exit after sunset. അപ്പോൾ ഇത്രയും നാളും അതൊന്നും ഇല്ലാതെയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ പ്രവർത്തനം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. thereby reducing detention time. ഈ കപ്പലുകൾ വരുന്നതിലും പോകുന്നതിലുമുള്ള കാലതാമസം ഒഴിവാക്കുന്നതിൽ ഇതും ഈ പറയുന്ന നൈറ്റ് നാവിഗേഷനും കൂടി സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ തുറമുഖം 365 ദിവസവും, ഇടയ്ക്ക് മൺസൂൺ സമയത്ത് കുറച്ച് സ്വെൽ ഇഫക്റ്റ് വരുമ്പോൾ ഒരു ചെറിയ സാവകാശം ഉണ്ടാകുമെന്നല്ലാതെ നമുക്ക് ഈ 365 ദിവസവും നമുക്ക് ഒടയതമ്പുരാൻ ഒന്നാന്തരം 10-20 മീറ്റർ ആഴം ഇടതടവില്ലാതെ, അതിന്റെ എന്താണ് പറയുക, വേലിയേറ്റവും വേലിയിറക്കവും വ്യത്യാസവും നെഗ്ലിജിബിൾ, അത്തരം എല്ലാ സൗകര്യങ്ങളും നൽകിയിരിക്കുമ്പോൾ നമ്മുടെ തുറമുഖത്തെ വേണ്ട വിധത്തിൽ അധികാരികൾ ഇതൊന്നും മൈൻഡ് ചെയ്യില്ല. പക്ഷെ ജനങ്ങൾ അവരുടെ മൗത്ത് പീസ്, ഇതിനുവേണ്ടി അവരുടെ അതിന്റെ നാവ് ഉപയോഗപ്പെടുത്തണം. നമ്മൾ മാത്രമേ ഇതൊക്കെ ചെയ്യുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് നമുക്ക് പറ്റാവുന്ന വേദികളിലും പ്ലാറ്റ്ഫോമുകളിലും എല്ലാം ഉറക്കെ നമ്മുടെ തുറമുഖത്തിന്റെ പ്രത്യേകതകൾ സംസാരിച്ചുകൊണ്ടേയിരിക്കാം. നമ്മുടെ എക്സിം കമ്മ്യൂണിറ്റിയെ ധാരാളം കാര്യങ്ങൾ നമ്മൾ ഇനിയും പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. സെയിലിംഗ് കമ്മിറ്റിയുടെ സുഹൃത്ത് വിപിൻ ബാംഗ്ലൂരിൽ നിന്നൊരു കണ്ടെയ്നർ അതിന്റെ ഫോട്ടോ അയച്ചു തന്നു. ട്രാക്ക് ചെയ്തപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. രഹസ്യമായ പല കാര്യങ്ങളും പുറത്തു വരികയാണ്. പോളിസി എന്താണ്? കപ്പൽ കമ്പനിയുടെ പേര് പറയില്ല, കപ്പലുകളുടെ പേര് പറയില്ല. കാരണം ഈ കപ്പലും ഈ കമ്പനികളും എല്ലാം നാളെ നമ്മുടെ TRVയിൽ വരേണ്ടതാണ്. അതുകൊണ്ട് അവരെ പിണക്കിക്കൊണ്ടുള്ള ഒരു ട്രക്കത്തോൺ, ട്രിവാൻഡ്രം ട്രക്കത്തോൺ നമുക്ക് വേണ്ട. അവരെയും കൂടി കോൺഫിഡൻസിൽ എടുത്തുകൊണ്ടുള്ള പ്രവർത്തനമാണ്. അപ്പോൾ കണ്ടെയ്നറിന്റെ നമ്പറുണ്ട്, പോകുന്ന സ്ഥലങ്ങളുണ്ട്. ട്രക്ക് ബാംഗ്ലൂരിൽ നിന്ന് ട്രക്കിലാണ് എന്നൂർ പോർട്ടിലോട്ട് കണ്ടെയ്നർ പോയത്. 24/7 ഇക്കഴിഞ്ഞ ജൂലൈ മാസം 24-ാം തീയതി പോയി എന്നൂർ പോർട്ടിലാണ്. എന്നൂർ പോർട്ടിൽ നിന്ന് പിന്നെ നമ്മൾ കാണുന്നത്, എപ്പോഴും കാണിക്കുന്ന സെയിലിംഗ് കമ്മിറ്റി കാണിക്കുന്ന ചിത്രമുണ്ടല്ലോ, എന്നൂർ ടു അൽ ജസീറാസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നൂർ നിന്ന് നേരെ സ്പെയിനിലെ അൽ ജസീറാസ് പോർട്ടിലോട്ട് പോകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതാണ് കപ്പൽ കമ്പനികൾ എക്സ്പോർട്ടറിനെ അറിയിക്കുന്നത്. ഇന്ന ദിവസം എന്നൂരിൽ നിന്ന് കപ്പൽ തിരിക്കുന്നു, ഇന്ന ദിവസം അൽ ജസീറാസിൽ എത്തുന്നു. അൽ ജസീറാസിൽ അല്ല പോകേണ്ടത്, കാർഗോ പോകേണ്ടത് മോൺട്രിയോൾ, കാനഡയിലെ മോൺട്രിയോൾ എന്ന് പറയാം. അറിയാമല്ലോ, മോൺട്രിയോൾ ഒളിമ്പിക്സ്. മോൺട്രിയോൾ അവർ പറയുന്നുണ്ട്, മോൺട്രിയോൾ എത്തുന്ന സമയവും പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ദ ഡെവിൾ ഇൻ ദ ഡീറ്റെയിൽസ് എന്ന് പറയാറുണ്ട്. നമ്മളത് ചികഞ്ഞ് അന്വേഷിച്ച് എങ്ങനെ പോകുന്നു, എവിടെ കൂടെ പോകുന്നു എന്നൊക്കെ അന്വേഷിക്കുമ്പോൾ ചില കാര്യങ്ങൾ മറച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടെ ട്രക്ക് 24/7 ജൂലൈ 24-ന് പുറപ്പെടുന്ന, അവിടെ നിന്ന് പുറപ്പെട്ട കണ്ടെയ്നർ 22/9 സെപ്റ്റംബർ 9-നാണ് മോൺട്രിയോളിൽ എത്തുന്നത്. ഏകദേശം 61 ദിവസം. ഇതിപ്പോ നമുക്കിപ്പോൾ കേട്ടുകാട്ട് അതിനകത്തൊരു പുതുമയില്ലാതെ വേറെ ഏത് പോർട്ടെന്ന് പോകുന്നതും 60-65 ദിവസവും ഞാൻ മറ്റേ യൂറോപ്പ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് എന്നൂറിൽ നിന്ന് എന്താണ് നമ്മളോട് പറഞ്ഞത്? അൽ ജസീറാസിലോട്ട് നേരെ പോകുന്നതാണ്. അൽ ജസീറാസിൽ നിന്ന് ട്രാൻസ്ഷിപ്മെന്റ് കഴിഞ്ഞ് നേരെ മോൺട്രിയോളിലോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാം. പക്ഷെ ഇതിനിടയ്ക്ക് 29-ാം തീയതിയാണ് ബാംഗ്ലൂരിൽ നിന്ന് 24-ന് പോയത്, 29-നാണ് എന്നൂർ നിന്ന് പുറപ്പെടുന്നത്. നോക്കുമ്പോൾ നേരെ അൽ ജസീറാസിലോട്ട് പോകുന്നില്ല. ഇടയ്ക്ക് പൊക്കിൾക്കൊടി ബന്ധം പോലെ കൊളംബോയിലോട്ട് കയറുന്നുണ്ട്. കൊളംബോയിലോട്ട് 31/7-ന് വരുന്നു, 5/8-ന് പുറപ്പെടുന്നു. ഏകദേശം 5 ദിവസം. ഇത് എക്സ്പോർട്ടറിനെ അറിയിച്ചിട്ടില്ല, ഷിപ്പറിനെ അറിയിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ എക്സിം കമ്മ്യൂണിറ്റി. ഇതൊക്കെ പഠിക്കണം. നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ വേറെ ഓപ്ഷൻ ഉണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് എന്നൂറിൽ പോകുന്നതിന് പകരം ബാംഗ്ലൂരിൽ നിന്ന് TRVയിൽ വരുന്നതായിരിക്കും എളുപ്പം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്ര ദിവസമാണ്? 24-ാം തീയതി അവിടെ എത്തിച്ച, 24-ാം തീയതി ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടത്, എന്നൂരിൽ നിന്ന് പുറപ്പെട്ടത് തന്നെ 29-ാം തീയതിയാണ്. കൊളംബോയിൽ നിന്ന് പുറപ്പെടുന്നത് ഓഗസ്റ്റ് 5-നാണ്. എത്ര ദിവസമാണ്? 24. 1000-ൽ 7 ദിവസം, ഇവിടെ 5 ദിവസം, 12 ദിവസം. 12 ദിവസം ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ, മദർ വെസലിൽ കയറുന്നതിന് മുമ്പ് തന്നെ എക്സ്പോർട്ടറിന് നഷ്ടപ്പെട്ട് കഴിഞ്ഞു.
ഇതാണ് കപ്പൽ കമ്പനികൾ മറച്ചുവെച്ച ഒരു കാര്യം. എന്തുകൊണ്ട് കൊളംബോയിൽ ട്രാൻസ്ഷിപ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യം ഷിപ്പറിനെ അറിയിക്കുന്നില്ല, അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യുന്നവരെ അറിയിക്കുന്നില്ല. ഇതാണ് ഈ ഒരു മറച്ചുവെച്ച കാര്യമാണ് വിപിന്റെ ഈ കണ്ടെയ്നർ അതിന്റെ വിവരം നൽകിയതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും 61 ദിവസം മോൺട്രിയോളിൽ എടുക്കുന്നത് ഏറ്റവും കുറഞ്ഞത് എല്ലാ ട്രാൻസ്ഷിപ്മെന്റ് പോയാലും 30-35 ദിവസത്തിനുള്ളിലോ TRV എന്ന് പോകുകയാണെങ്കിൽ ഷിപ്പറിന് ലാഭിച്ചു കൊടുക്കാൻ പറ്റും. കുറഞ്ഞത് 30 ദിവസം ലാഭിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത്തരം വിവരങ്ങളാണ് കണ്ടെയ്നർ ട്രാക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അക്ഷയും മനുവും സെയിലിംഗ് കമന്ററിയെ തൊണ്ടി സഹിതം പിടിച്ചു. ഇന്നലെ പറഞ്ഞ ആ കപ്പൽ, വിമാനവും കപ്പലും ഒരേ ഫ്രെയിമിൽ കാണുന്നത് ചിവാൻ പോർട്ടല്ല, അത് ജപ്പാനിലെ ഹനേഡ എന്ന് പറയുന്ന എയർപോർട്ടിന്റെ മുമ്പിലൂടെ പോകുന്ന പോർട്ടാണ്. ടോക്കിയോയ്ക്ക് അടുത്തുള്ള പോർട്ടാണ്, അല്ലെങ്കിൽ ടോക്കിയോ പോർട്ട് എന്ന് തന്നെ പറയാം. അവിടെ നിന്നുള്ള ചിത്രമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്നലെ സെയിലിംഗ് കമന്ററി പറഞ്ഞത് ചിവാൻ എന്നുള്ളത് 100% ഖേദത്തോടെ തിരുത്തുന്നു, ഹനേഡ ടോക്കിയോ. പക്ഷേ സെയിലിംഗ് കമന്ററി ഒരു മുൻകൂർ ജാമ്യം എടുത്തിരുന്നു. ഇത് ഉറപ്പില്ല, ആരെങ്കിലും ഇത് കണ്ടുപിടിച്ച് സത്യാവസ്ഥ എന്താണെന്ന് അറിയിക്കണം എന്ന് ഒരു മുൻവാചകം കൂടി സെയിലിംഗ് കമന്ററി പറഞ്ഞിരുന്നു. ഇനി നമുക്ക് വന്നുപോയ കപ്പലുകൾ ഏതാണെന്ന് കൂടി നോക്കാം. സൈനിങ് ഓഫ് എലിയാസ് ജോൺ.